സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 20 രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക പരിശീലനം സമാപിച്ചു. അറബ് ഇസ്ലാമിക സഖ്യസേനയുടെ കരുത്ത് പ്രകടിപ്പിച്ച സൈനിക പരേഡും വ്യോമ പ്രകടനവുമായിരുന്നു സമാപന ചടങ്ങിന്റെ മുഖ്യ ആകർഷണം. 25ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികൾ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക പരിശീലനത്തിന്റെ സമാപന ചടങ്ങുകൾ കാണാനെത്തിയിരുന്നു. ദശിമാൽ അഥവാ വടക്കിന്റെ ഇടിമുഴക്കം എന്ന പേരിൽ നടത്തിയ പ്രഥമ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംയുക്ത പരിശീലനത്തിനും അഭ്യാസങ്ങൾക്കും വിജയകരമായ പരിസമാപ്തിയായി. സൗദിയുടെ വടക്കു കിഴക്കൻ നഗരമായ ഹഫറുൽ ബാത്തിനിലെ കിങ് ഖാലിദ് സിറ്റിയിലായിരുന്നു ഫെബ്രുവരി 14 മുതൽ പരിശീലനം നടന്നത്. 2.5 മണിക്കൂർ നീണ്ട പ്രകടനത്തോടെയാണ് ദശിമാലിന് സമാപനമായത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. UAE, ഈജിപ്ത്, ഒമാൻ, തുർക്കി, ജോർദാൻ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനികരോടൊപ്പം സൗദിയുടെ വിവിധ സൈനിക വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നു. തൊട്ടുപിന്നാലെ സൈനിക വാഹനങ്ങളുടെ പ്രദർശനമായിരുന്നു. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ അത്യാധുനിക സൈനിക വാഹനങ്ങൾ പരേഡിന്റെ ഭാഗമായി അണിനിരന്നു. വ്യോമസേനയുടെ പ്രകടനമായിരുന്നു ഏറ്റവും അവസാനം. അപ്പാച്ചി ഹെലികോപ്റ്ററും F-16 ജെറ്റുകളും ഉൾപ്പെടെയുള്ളവ 1 മണിക്കൂറിലേറെ ആകാശത്ത് കാഴ്ചയൊരുക്കി. ജോർദാൻ രാജാവ്, ഖത്തർ അമീർ, ബഹ്റൈൻ രാജാവ്, സുഡാൻ പ്രസിഡന്റ്, അബുദാബി കിരീടാവകാശി, പാകിസ്ഥാൻ പ്രധാനമന്ത്രി, യമൻ പ്രസിഡന്റ് തുടങ്ങിയ ലോക നേതാക്കൾ പ്രകടനം വീക്ഷിക്കാനെത്തിയിരുന്നു. 4 വർഷത്തിലൊരിക്കൽ സംയുക്ത പരിശീലനം നടത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് വടക്കിന്റെ ഇടിമുഴക്കം സമാപിച്ചത്. തീവ്രവാദത്തിനെതിരെ രാജ്യങ്ങളുടെ കൂട്ടായ പോരാട്ടവും അതോടൊപ്പം തന്നെ സഖ്യരാഷ്ട്രങ്ങളുടെ സൈനിക ശക്തി വിളിച്ചുവന്നായിരുന്നു ഹഫറുൽ ബാത്തിൽ നടന്ന പരേഡ്. ഹഫറുൽ ബാത്തിലെ കിങ് ഖാലിദ് മിലിറ്ററി സിറ്റിയിൽ നിന്നും മീഡിയ വണ്ണിന് വേണ്ടി റബി മുഹമ്മദ്.